മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റേ ബൊഗൈൻ വില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി. കുട്ടികളുടെ പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്ത പടം. നമുക്ക് എനിക്ക് ഇടത് കൈ കൊണ്ട് അഭിനയിച്ച പടം. ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ നോക്കി ജേഴ്സിയുടെ എവിടെയും പോയി, ക്യാരവാനിലാണോ എവിടെയാ, അവിടെ ഉള്ളിൽ ഏതോ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കിടപ്പുണ്ടാവും. സാധാരണ യൂഷ്വൽ കോൺസെപ്റ്റ് ആണെങ്കിൽ നായകന്റെ നായികയുടെ ആ ട്രെയിൻ യാത്രയിലായിരിക്കും അവസാനിപ്പിക്കുക. വിജയരാഘവന്റെയും എന്റെയും ഈ ബന്ധവും വിജയരാഘവന്റെ ഈ യാത്ര തുടരും എന്നുള്ള സൂചന നൽകിയാണ് അവസാനിപ്പിച്ചത്. ഞാൻ നാളെ നിന്ന് നോക്കി ഒരു ടേപ്പ് എടുത്തോണ്ട് ഈ വീട് മൊത്തം അളക്കും, എന്നിട്ട് 2 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് ഇയാളെ കൊണ്ട് സൂപ്പർ ടാക്സ് അടുപ്പിച്ചില്ലെങ്കിൽ അത് എന്താ വെച്ചാൽ നമ്മൾ ആ വീട് പണി നൽകിയ ടാക്സ് അത് പറഞ്ഞൊക്കെ ഓർത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് അത് ഭയങ്കര സെറ്റിലുണ്ടായിരുന്നൊരു മുഴുവൻ ചിരിച്ചു. അത് എന്റെ സുഹൃത്താണ് നൈന എന്ന. അപ്പം ഇയാള് TA അല്ല, ഞാൻ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ മലയാള സിനിമയിലെ എല്ലാ ജോണറുകളിലുള്ള സിനിമകളും വലിയ ഹിറ്റുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹൊറർ കോമഡി മാത്രം കുറച്ച് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇൻ ഗോസ്റ്റ് ഹൗസിനൊക്കെ ശേഷം അത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ആരും. അവിടേക്കാണ് ഹലോ മമ്മി എന്ന സിനിമ വരുന്നത്. സിനിമയെ പറ്റി സംസാരിക്കാൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ജഗദീഷ്, ജോണി ആന്റണി, ഗംഗ മീര, ശ്രുതി ആൻഡ് സണ്ണി ഹിന്ദുജ എന്നിവർ ചേരുന്നു. നമസ്കാരം. സന്തോഷം. ചേട്ടാ, ആ ഒരു വിടവ്, അവിടേക്കുള്ള ഒരു എന്റർടൈൻമെന്റിന്റെ പാക്കേജ് അതാണോ ഹലോ മമ്മി? അത് തന്നെയാണ് ഈ ഹൊറർ കോമഡി എന്ന് പറയുമ്പം. ഹൊറർ കോമഡിയിലും എന്തെങ്കിലും ഡിഫറൻസ് വേണമല്ലോ. ഇപ്പം മണിച്ചിത്രത്താഴോ അല്ലെങ്കിൽ ആകാശഗംഗ അങ്ങനെ, അല്ലെങ്കിൽ ക്ലാസിക് ആയിട്ടുള്ള ഭാർഗവി നിലയം അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ ഇൻ ഗോസ്റ്റ് ഹൗസിൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ ഹൊററുണ്ട്, അത്യാവശ്യം കോമഡി ഉണ്ട്. ഇതില് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ രീതിയിലാണ് ഇതിനകത്ത് ഹൊറർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ അങ്ങനെ ഒരു ഹൊറർ ഉണ്ടോ, ട്രെൻഡി ആയിട്ടുള്ള ഹൊറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് ഹലോ മമ്മിയിലൂടെ. കാരണം ഈ സാന്നിധ്യം എന്ന് പറയുന്നത്, കാരണം ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ ഹൊറർ ക്രിയേറ്റ് ചെയ്യാൻ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും കഥാപാത്രത്തെ ഏതെങ്കിലും തരത്തിൽ കാണിക്കും അല്ലേ. ഒരു ഉണ്ടെന്നോ ഇല്ലെന്നോ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് രൂപമില്ല, ഫിസിക്കൽ പ്രസൻസ് ഇല്ല. അല്ലാതെയുള്ള ഈ ഒരു അതെന്താണ് എന്നുള്ള ഇതുവരെ മലയാള സിനിമയിൽ കാണിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. കാരണം സാമുവൽ എന്ന് പറയുന്ന ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയാണ്. അത് ഐശ്വര്യയുടെ സ്റ്റെഫിയുടെ മമ്മിയാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രം ആണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ അതിനൊരു ആർട്ടിസ്റ്റ് ഇല്ല, രൂപമില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ നിലപാടുകൾ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ് ഇതിന്റെ ഹ്യൂമർ. ഓക്കെ, ചേട്ടാ, എവിടെയെങ്കിലും പട്ടണത്തിൽ ഭൂതം ഓർമ്മകൾ വന്നിരുന്നോ ഈ സിനിമയിൽ? കാരണം ഏകദേശം അതുപോലത്തെ ഒരു സാമ്യം ഉണ്ടല്ലോ, ചിലർ കാണുന്നു ചിലർ കാണുന്നില്ല. അങ്ങനെയല്ല, നമ്മുടെ സിനിമകളുടെ സ്വഭാവമൊക്കെ നമുക്ക് പല സിനിമകളോട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് സിറ്റുവേഷൻ ഹ്യൂമർ ഉണ്ട്, ഇതിനകത്ത് വെർബൽ ഹ്യൂമറുണ്ട്, സ്ലാപ്സ്റ്റിക് ഹ്യൂമറുണ്ട്. അപ്പം എല്ലാ തമാശകളും ഉള്ള, എല്ലാ രീതിയിലുള്ള തമാശകളും ഉള്ള ഒരു വിഷയമാണിത്. അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും ഓവർ ഡ്യൂ അല്ല, കറക്റ്റ് മേറ്ററിൽ പോയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാത്തരം പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ഫാമിലി എനിക്ക് നല്ല പാക്കേജ് ആയിരിക്കും. ഫാമിലി ഓഡിയൻസ് വന്നാൽ പിള്ളേർക്ക് ഇഷ്ടംപോലെ ചിരിക്കാനുണ്ട്. പ്രത്യേകിച്ചും ഈ ഷറഫ് എന്ന ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥ, ഐശ്വര്യലക്ഷ്മി എന്ന ക്യാരക്ടറിൻ്റെ അവസ്ഥ, എൻ്റെ അവസ്ഥ എനിക്ക് അവസ്ഥയില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം. ചേട്ടനെല്ലാം അറിയാം. അപ്പം ചേട്ടൻ വാൻ ചെയ്യുന്നുണ്ട്, താൻ അപകടത്തിലോട്ടാ പോലെ. പക്ഷേ എൻ്റെ വിചാരം ഇങ്ങേരുടെ ഈഗോയാണെന്നുള്ള, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. അവരെല്ലാം ഒരു ചുമ്മാ ക്യാരക്ടർമാരെ പെറുക്കി വെച്ചേക്കല്ല, എല്ലാവർക്കും അതിൻ്റെതായ ഒരു പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. എല്ലാവർക്കും അല്പം ഇമോഷനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നല്ല സിനിമയായിരിക്കും, ഉറപ്പിച്ച് പറയാൻ പറ്റും. ഫാമിലി നല്ല ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഇതുമായിട്ട് ബന്ധമില്ല, ഇതൊരു ഭീതിയല്ലല്ലോ, ഇതൊരു ഭയങ്കരമായിട്ടുള്ള സിനിമയാണ്, നമുക്ക് ശരിയാണല്ലോ. പക്ഷെ ഭീതിയുടെ ലെവൽ ഏറ്റവും അധികം ഉയർത്താൻ പോകുന്ന ഒരു കഥാപാത്രമായിട്ട് ജഗദീഷ് വരുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒരു സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചിരുന്നാല് അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് ഈ മാർക്കോയില് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പം എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ്. അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല, ഒരിക്കലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ, ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ടെന്ന് അറിയാമോ
ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇൻ്റർവ്യൂവിൽ മറ്റേ ബൊഗൈൻവില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു, ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട്, അയ്യോ ആരും ചെയ്യുന്ന റോളല്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ കാണുമ്പോൾ എന്താണ് മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സിൻസിയറായിട്ടുള്ള ആ കഥാപാത്രം എനിക്ക് തരാനുള്ള ഒരു മനസ്സ് ഹനീഫ് അദേനി എന്ന സംവിധായകനുണ്ടായതിൽ എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട്. സാധാരണ ഒരു സംവിധായകൻ ആലോചിക്കില്ല അത് ജഗദീഷിൻ്റെ കയ്യിൽ അത് സേഫ് ആവില്ല എന്ന്. കാരണം ഈ റിസ്ക് എടുക്കാൻ സംവിധായകൻ അടുത്തിരിക്കുകയാണ്, കഴിയുന്ന റിസ്ക് കുറയ്ക്കാൻ നോക്കുള്ളൂ. കാരണം ഇത്രയും കോടികൾ മുടക്കുന്ന സംഭവമല്ലേ. അപ്പോൾ അതേനി പറഞ്ഞില്ല, ജഗദീഷ് ചേട്ടൻ കറക്റ്റായിരിക്കും, അത് ചെയ്തോളൂ, ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയല്ല. എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുക നെഗറ്റീവ് എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ക്രൂവലായിട്ടുള്ള ഒരു കഥാപാത്രം, അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഷ്യും അല്ല, ഒരു ക്രൂവലായിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയറായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ തീർച്ചയായിട്ടും വിലയിരുത്തുക. അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് ആകാംക്ഷയാണ്, പ്രേക്ഷകരെ പോലെ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നു എന്താണ് മാർക്കോയിൽ എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമാണ്. മാർക്കോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാനാണ്. പ്രേക്ഷകരെ പോലെ തന്നെ മാർക്കോയുടെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് കാണണം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാർക്കോ കാണണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇതേ കണ്ണുകളിൽ ഈ തിളക്കം ഞാൻ കണ്ടത് കിഷ്കിന്താകാന്ഡത്തിലും ഫാലമിക്കും ഒക്കെയാണ്, അപ്പൊ അത് ആവർത്തിക്കട്ടെ. ലീലയിലെ ക്യാരക്ടർ അതുപോലെ അല്ല, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പ്രാദേശിക ഇപ്പൊ സേതുരാമയ്യ സീബയില് ഏറ്റവും അവസാനമാണ് ഈ മനുഷ്യൻ ആണല്ലോ ചെയ്യുന്ന കൽപ്പനയെ കാണുമ്പോ അയാളുടെ ഒരു നിഴലാട്ടം ഉണ്ട് അവിടെ നിന്നുകൊണ്ട്, ഒരു പരിങ്ങല്, അതൊരു ക്ലാസിക് ആണ്. അത് വരും, അത് വരട്ടെ. ജഗദീഷ് ഇന്ദ്രൻ ചേട്ടൻ ലീല നല്ലതായിരുന്നു, മുട്ടേട്ടൻ നല്ലതായിരുന്നു. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇഞ്ചിയേട്ടൻ എന്നത് ഓർക്കാൻ കാരണം ചില റൈറ്റർ കം ഡയറക്ടർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്താൽ ഓർത്തിരിക്കാൻ. ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടേട്ടൻ്റെ ഈ പടം കിഷ്കിന്താകാന്ഡം കിട്ടായപ്പോൾ ലീലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇപ്പം ജഗദീഷൻ്റെ ക്യാരക്ടർ കിട്ടായപ്പോൾ ലീലയിലെ കണ്ടു, ലീലയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ അത്തരം എഴുത്തുകാരും അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഈ ഒരു ഹ്യൂമർ സിനിമകൾ, ഇത്തരം സ്ലാപ്സ്റ്റിക് സിനിമകൾ, ഇത്തരം ഹൊറർ സിനിമകൾ എടുക്കാൻ നിർമ്മാതാവ് മടിക്കും. കാരണം അല്ലെ പിന്നെ അതുപോലെ സ്റ്റാറും അങ്ങനത്തെ പരിപാടി ഇതൊരു നമ്മുടെ മിനിമം സ്റ്റാറുകളാണല്ലോ. പിന്നെ ഉണ്ടായില്ല, കാരണം അതിന്റെ മെനക്കേടാണ്, അതിന്റെ പോസ്റ്റ്, അതിന്റെ ബുദ്ധിമുട്ട്. ഇതിപ്പം ഈ ഹലോ മമ്മിയും ഒരുവിധം ദിവസങ്ങൾ എടുത്ത പടമാണ്, ഒരുവിധം ന്യായമായ ദിവസങ്ങൾ ഷൂട്ട് ചെയ്തു, കാരണം ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ വൈശാഖും ഈ റൈറ്ററും ഒക്കെ വളരെ എക്കണോമിക്കലാകാൻ സാൻജോ ഒക്കെ വളരെ എക്കണോമിക്കലാകാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് മാക്സിമം. പക്ഷെ എന്നാലും എത്രയാകാൻ ശ്രമിച്ചാലും ഇത് ദിവസം എടുക്കും, ടൈം എടുക്കും. സ്ലാപ്സ്റ്റിക്കും നിസ്സാരമല്ല, ഷോട്ടുകൾ കട്ട് ചെയ്യണം, വർക്ക് ചെയ്യണം, CG ഉണ്ടാവും, പിന്നെ CG ഉണ്ട്. അപ്പം ഇതിൻ്റെ നിർമ്മാതാക്കൾ അത്യാവശ്യം സിനിമ അറിയാവുന്നവരായിരുന്നു, അതുകൊണ്ട് തന്നെ അവരിവർക്കൊപ്പം നിന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ടീം സെറ്റായതാണ് ഈ സിനിമയുടെ. എനിക്കത് വളരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു നല്ല ഹിറ്റ് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സ് ഒറ്റക്കെട്ട. കാസ്റ്റിങ്ങിലും ആരും ശല്യപ്പെടുത്തുന്നവരൊന്നുമില്ലായിരുന്നു, നമ്മളെല്ലാവരും കട്ടക്ക് വന്നല്ലോ. അല്ല വന്നിട്ട് ചൊറിച്ചിൽ ടീമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ജഗദീഷനൊക്കെ പറഞ്ഞ സമർപ്പിതമായിട്ട് വന്നാൽ പിന്നെ അത് പോകാന്നുള്ള പരിപാടിയില്ല. എല്ലാവരും ഇപ്പം നമുക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനും കൂടുതൽ, കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാമല്ലോ. നിസ്സാരമല്ലേ, എറിയുന്നു, കൊള്ളുന്നു, വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്. അപ്പം അങ്ങനെ ഒത്തു വന്ന സിനിമ. കൂട്ടത്തിൽ അജു വർഗീസും ജോമോൻ ജോദറും ഉണ്ട്, കുറേ ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയം അർഹിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ളൊരു വലിയ ക്രൂ തന്നെയായിരുന്നു. പിന്നെ ഞാൻ സാറിൻ്റെ കാസ്റ്റിങ് എനിക്ക് തോന്നുന്നു അതാണ് ഈ സിനിമയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ തന്നെ കൊണ്ടുവന്ന് ഇത് ചെയ്യിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ CD മൂസയിൽ നമ്മൾ ആശിഷ് വിദ്യാർത്ഥി ആ ദില്ല് കണ്ടപ്പോൾ അല്ല ബിച്ചു കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചതാണ് ആശിഷ് വിദ്യാർത്ഥി ആണെന്ന്. അത് ആശിഷ് വിദ്യാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ടാണ്. ആ സമയത്ത് വേറെ ആൾ ചെയ്താലേ പുതുമ കിട്ടില്ല, ആരും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇത് ഇപ്പൊ കണ്ടോ പുള്ളിയുടെ ലുക്കും പരിപാടികളൊക്കെ ഉണ്ട്, ഒരു 101 ഡാൽമേഷ്യൻസിലേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്. മനസ്സിലായില്ല. You are the apt person for that role.
We cannot, വളരെ ലുക്കും ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമുള്ളവരെ കൊണ്ടുവരാൻ നിർമ്മാതാവ് തയ്യാറാണ്. ഇപ്പം ഇദ്ദേഹത്തെ ആഗ്രഹിച്ചു, അയ്യോ അത് താങ്ങുകയല്ല, വേറെ വല്ലതും വെക്കാന്ന് പറഞ്ഞിട്ട് ബോളിവുഡാണ്. ആ പോയില്ലേ. അതാണ് ഒത്തു വന്നതാണ് മമ്മി ഒക്കും. ജോണി ചേട്ടാ, ഈ ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇളകിയാടൽ ജോണി ആന്റണി ഉണ്ടല്ലോ ഇപ്പൊ ഈ സിനിമകളിലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ വരണാവശ്യമുള്ളതൊക്കെ ഉള്ളത്. അതിന്റെ അപ്പുറത്ത് ഇപ്പൊ പാൽത്തു ജൻവറിൽ അല്ലെങ്കിൽ തല്ലുമാലയിലൊക്കെ ഒരു കുറച്ച് പിടിച്ചെറിച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ച് കൺട്രോൾഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏതാ ആക്ടർ എന്നുള്ള രീതിയിൽ സൗകര്യം, ഇളകിയാടൽ ജോണി ആന്റണി ആണോ അതോ മറ്റേതാണോ? ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ തോന്നുന്നത്, എനിക്ക് വളരെ കോൺഫിഡൻസോടെ പറയാൻ പറ്റും, ഇമോഷനും സെന്റിമെന്റ്സും ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈസി. കാരണം നമ്മുടെ മനസ്സിലൊരു വിഷമമുണ്ട്, പല നമ്മൾ അതിനെ സങ്കല്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെ. പക്ഷേ ഹ്യൂമർ കുഞ്ഞേ അത് നിസ്സാരം. അതുകൊണ്ടാണ് നമ്മൾ ചിലരെ നമിച്ചു പോകാന്ന് പറയും. ഇപ്പം ജേഷ്ഠ പറഞ്ഞില്ലേ, പേടിച്ചു പേടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത് ചളവാകാൻ പാടില്ല. തമാശ കാണിച്ചിട്ട് ചിരിച്ചില്ലേ കുഴപ്പമില്ല, സെന്റിമെന്റ്സ് കാണിച്ചിട്ട് ആരും കരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അത് വലിയൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം തമാശയിലൂടെ തുടങ്ങിയത് കൊണ്ടാണ്. എനിക്കിനി എങ്ങോട്ട് വേണേൽ മാറി മറിയാം. ജ്യോതിഷനും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. തമാശയിലൂടെ തുടങ്ങുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും പടങ്ങൾ എനിക്ക് കിട്ടിയത്. ഞാൻ ചിരിപ്പിച്ചുകൊണ്ടാണ്. ആ സമയത്ത് ഞാൻ ആദ്യം വന്ന് വളരെ സീരിയസ് ആയിട്ട് എന്ന് പറഞ്ഞു, പെട്ടി തൂക്കി 2 ഡയലോഗ് പറഞ്ഞിട്ട് പോയിരുന്നതിൽ പിന്നെ ആ പെട്ടിയായിട്ടങ്ങ് പോവുകയുള്ളൂ, പിന്നെ വരികയില്ല. പടങ്ങൾ എനിക്ക് കിട്ടുന്ന ഹ്യൂമർ ചെയ്തുകൊണ്ടാണ്. ഹ്യൂമർ ഞാൻ ഒരിക്കലും കളയത്തുമില്ല, പക്ഷേ ഇടയ്ക്ക് കിട്ടുന്നിടത്ത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമോഷനോടൊപ്പം തന്നെ ലൈറ്റ് ഹ്യൂമർ, അതിനകത്ത് ഫ്ലേവർ ചേർത്ത് പോകുന്ന കഥാപാത്രങ്ങൾ. ഇപ്പം ജോൻ ജോലെ ഫാദർ അത്ര എനിക്ക്, കാരണം വലിയ കടുംപിടുത്തം അല്ലാതെ നമുക്ക് ഇടയ്ക്കൊരു അങ്ങനത്തെ പരിപാടികൾ എനിക്ക് ഇഷ്ടം. ഇപ്പം എനിക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നൊരു പടം വരുന്നുണ്ട്. എൻ്റെ ഒരു കരിയർ ബെസ്റ്റായിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയാണ് അത്, അരുൺ വൈകിയുടെ. അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിലപ്പനെ ഭയങ്കര ഇഷ്ടം, കാരണം ഇച്ചിരി ഇളക്കം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാലത്തിൽ പിടിച്ച പല ലെജൻസ് ചെയ്ത കഥാപാത്രങ്ങളായിട്ടൊക്കെ സാമ്യം തോന്നാം, പക്ഷേ ഞാൻ എൻജോയ് ചെയ്തത്. പ്രത്യേകിച്ച് ചേട്ടനുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോണി ചേട്ടൻ. സ്പോർട്ടിലൊക്കെ ഇങ്ങനെ പറയില്ലേ, നമ്മളായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നത്, എങ്ങനെ മാച്ച് ചെയ്യും. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞാൽ ഒരു സെക്കൻഡ് വെറുതെ നിൽക്കാൻ പറ്റില്ല. അതെ, അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും കൂടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ജോണി ചേട്ടൻ. അതും ജോണി ചേട്ടൻ മറ്റൊരു കാര്യം, ഇപ്പൊ ജോണി ചേട്ടൻ തമാശയിൽ അത്രയധികം വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കണം ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ജോണി ചേട്ടനും ശ്രീ മമ്മൂട്ടിയും കൂടി ഒരുമിച്ച് ചെയ്ത തമാശ സിനിമകളുണ്ട്. അതിൽ നമുക്ക് ഇതുവരെ ആരും ചെയ്യാൻ തുനിയാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ചിലങ്കി ഇടിയിക്കുക, അദ്ദേഹത്തെ കൊണ്ട് 2 വട്ടം ആനയുടെ മുകളിൽ കയറ്റുക, അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് സ്ത്രൈണതയുള്ള പോലെ കാണിക്കുക, ഭയങ്കര പപ്പിയായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടിക്കുക. ഇത് മമ്മൂക്കിക്ക് ജോണി ആൻ്റണി എന്നുള്ള സംവിധായകനിൽ തമാശയോടുള്ള വിശ്വാസം കൊണ്ട് സംഭവിക്കുന്നതാണോ അതോ ഈ ബന്ധം കൊണ്ട് സംഭവിക്കുന്നതാണോ? ഞാൻ ഗുലാനാണ് ആദ്യം മമ്മൂക്ക ചെയ്യുന്നത്. അപ്പോൾ ഈ രാജവാണിക്കും ഇവിടെ ഇറങ്ങി ഹിറ്റായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു മമ്മൂക്കയുടെ പടങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എന്നെപ്പോലൊരു സംവിധാനം മമ്മൂക്ക വിളിച്ചേക്കുന്ന തനിയാവർത്തനോ അമ്മരോ ഒന്നും ചെയ്യാനല്ലല്ലോ, അത്യാവശ്യം ഒരു പിള്ളേരുകളി പരിപാടിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗുലാൻ്റെ ആ കോസ്റ്റ്യൂം അങ്ങനെ ആക്കിയത്. അത് കോസ്റ്റ്യൂമിൻ്റെ അടുത്ത് നമുക്ക് പ്രദർശനമുണ്ട്. പക്ഷേ ഈ ഡാൻസ് ക്ലാസ്സാണ് അതിനകത്ത് തലേ ദിവസം തോന്നിയ എൻ്റെ ഒരു ഐഡിയ ആണ് ഡാൻസ് പഠിക്കാൻ വിടാമെന്ന്. ഗുലാൻ ഇവിടെ, അയ്യോ ഒരിക്കലും അറിയാൻ പറ്റാത്ത മണിക്ക് പിടിക്കാൻ പോയേക്കാന്ന് പറഞ്ഞ പിള്ളേരോട് ഡാൻസ്. അതിപ്പം തന്നെ ഗുലാന് ലൈസൻസായി. ഗുലാൻ പിന്നെ എന്ത് കാണിച്ചാലും ഓക്കെയാണ്. പിന്നെ 2 ഡാൻസും കൂടെ വന്നപ്പോൾ ഇനി ഇങ്ങനെ തെറ്റിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. അപ്പം അത് ഏറ്റവും ഞാൻ പറയാം, സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് കോമിക്ക് വരെ ഇറങ്ങി. ഏതാ അപ്പം ഗുലാൻ കുട്ടികളുടെ പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്ത പടമാണ്. നമുക്ക് എനിക്കൊന്ന് ഇടത് കൈ കൊണ്ട് അഭിനയിച്ച പടമാണ്. അല്ല ഞാൻ പറഞ്ഞത്. അപ്പം അത്തരം ഇതായിട്ട് ചെയ്തൊരാളാണ്. അത് പടമാണ് എനിക്ക് ഭയങ്കര തന്നെ. എനിക്ക് നമുക്ക് ഒരു കുട്ടിയായിട്ട് കാണാനാണ് ഇഷ്ടം, മുഹമ്മദ് കുട്ടി. Sanya Ahuja, welcome to Malayalam cinema. Thank you so much. So what aspect of Malayalam cinema drew you towards? Most important is so much simplicity is there. You know, everything is done in such a simple way that it becomes exclusive. So actually when we say simplicity is actually exclusivity. So that is what I think sets Malayalam cinema apart. And more than that, as you said, genuinity is the the feather in the cap for the people here, and so much honesty in terms of your behavior and in terms of the work, the kind of approach. It's all with heart and genuineness, which makes it special. And we have already seen the kind of stuff that Malayalam cinema is producing, and it's just over there in Bombay, Bollywood people are just wanting to work here, and they are so inspired by the kind of work, so much realistic and genuine and heartful films that are coming out. I think it's a privilege to be a part of Malayalam cinema, and I can't ask for a better debut than Hello Mummy, with such fantastic team members, from actors
everybody has been so supportive, to the director, to producers. I mean, I've been grateful and have had a great ride, and I'm just looking forward and hoping it reaches out everywhere globally, all over the world, and becomes a huge hit. And That's all I Malayalam feel. industry is fortunate to have a great actor like Sunny Hinduja. We are proud to associate with Sunny Hinduja. He's a Film Institute product, and his sincerity, his commitment, and his talent, all these combined, will definitely be an asset to Hello Mummy. Sir, that's very, very sweet of you, sir. I've been watching sir since, I know, donkey years. So thank you. I'm so grateful to hear No, such no, kind he has done a wonderful job. Yeah. His character is like that. He has got that power, that character. എക്സോസിസം He has come to overpower something, some spirit or whatever it is, Yeah. force. So that character should have some power. And the way he delivers his dialogues, the way he moves, all this will be a pleasant surprise for the Malayali audience. You know, I'm not flattering. He's definitely has done a very good job. His presence will be an asset to the movie. Thank you, thank you. I'm a friend of Mummy. Yeah, how? That's the story part. Friend of Mummy, he wants to take Mummy along with him, but we won't allow. Whether he will succeed or we will succeed, that is the film. So I'm not operating at human level. Yeah. About that. സൂപ്പർ നാച്ചുറൽ ലെവൽ Yeah. No. That is for the people to decide. യെസ് യെസ് We cannot judge anything by what he says now. It is beyond that. Yeah. It is going to be an It will be experience. a surprising fact. അതിപ്പോൾ ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും, ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, അതിൻ്റെ ഫീല് കിട്ടുന്നവരുണ്ട്. ചിലർ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചു, പക്ഷേ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അച്ഛൻ അത് ചെയ്യരുതെന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന എത്രയോ പേര് നമുക്കറിയാം. അവരെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അവകാശമില്ല. യെസ് യെസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ് സർ. അതായത് ഇന്നസെന്റ് സാറിന്റെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ റീസെന്റ് ആയിട്ട് ഞാൻ വായിച്ചിരുന്നു. അപ്പൊ അത് അവർ പറയുന്നത് ഇപ്പോഴും എവിടെയൊക്കെ ഇരുന്ന് ആലീസ എന്നുള്ള വിളി ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനമാണ് എന്നത് അവരുടെ റീസെന്റ് ആയ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിരുന്നു. അല്ല അത് ഓക്കെ, അത് നമുക്കിപ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ള ഒരാളാണ് ആലിസ് ചേച്ചി. അതെ അതെ ഇതൊന്നുമല്ല, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട്, മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അതെ 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 അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള അത്രയും ഹൈ ലെവൽ തോട്ടുള്ള ഒരാൾ പറയുന്നു ഹി കുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിസ് വൈഫ് ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത് എന്ന് പറയുമ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്ക വിഷയമാണ്. നമുക്ക് നമ്മുടെ അനുഭവം മാത്രമേ പറയാൻ കഴിയൂ. അത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ അതിൻ്റെ ഡ്രൈ രീതിയിലല്ല, അതിൻ്റെ ഹ്യൂമർ ലെവലിലാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ, ഒരു ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ, വേർപിരിഞ്ഞു പോയ ഭാര്യയോട് ഭർത്താവിന് സംസാരിക്കാൻ കഴിഞ്ഞാൽ, മകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ, ഈ ഭർത്താവും മകളും സംസാരിക്കുന്നത് ബാക്കിയുള്ള കഥാപാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വട്ടാണെന്ന് വിചാരിക്കും. അതെ, എനിക്ക് വട്ടാണെന്നാണ് ജോണി വിചാരിക്കുന്നത്. ഹിന്ദി സംസാരിക്കുന്നു. ഗംഗ, ഈ പ്രായം കൂടിയ കഥാപാത്രങ്ങൾ അത് ഭയങ്കര ആർത്തിയോടുകൂടി ചെയ്യുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. വിജയരാഘവൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ അപ്പം യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ. പക്ഷെ ഗംഗയുടെ സൈഡിൽ അതല്ല. ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് ശരിക്കും ഓക്കെ ആണോ ഈ സ്പേസ്? ഞാൻ പൂക്കാലത്തിന്റെ സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അതാ, എനിക്ക് അങ്ങനത്തെ ഒരു ഭയം ഉള്ളിൽ വളർത്താൻ എനിക്കിഷ്ടമില്ല. ഞാൻ അതിനകത്ത് അതിനൊരു ഭയത്തോടു കൂടി സമീപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇനിയും സമയമുണ്ടെന്നും ഇനിയും അവസരങ്ങളുണ്ടെന്നും ഇനിയും വേറെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നെ ഞാനൊരു പക്ഷേ ഈ ഒരു പ്രായത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാം വെറ്ററൻസ് ആണ്. അത് ഒരു ചെറിയ കാര്യമല്ല. പൂക്കാലത്തിൽ ഞാൻ വിജയരാഘവൻ ചേട്ടൻ്റെ മാജിക്ക് ഏറ്റവും അടുത്ത് നിന്ന് കാണുകയാണ് ഞാൻ. സോ ബീങ് എൻ ആക്ടർ എനിക്ക് കിട്ടുന്ന, അതുപോലെ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ സീൻസ് തരുമ്പോൾ ദ വേ ദേ ഇംപ്രൊവൈസ്, അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജഗദീഷ് ചേട്ടനൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോട്ടിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നോക്കും, നമ്മളെല്ലാവരുമൊക്കെ, ഞാനും ഇവള് അദ്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. കുറച്ച് കഴിഞ്ഞ് അടുത്ത ഷോട്ടിൻ്റെ സമയം വിളിക്കുമ്പോൾ ജഗദീഷേട്ടൻ വരും. അപ്പോൾ 1-2 പ്രാവശ്യം കഴിയുമ്പോൾ ഞാൻ നോക്കി, ജഗദീഷേട്ടൻ എവിടെയോ പോയി, ക്യാരവാനിലാണോ എവിടെയാണ്? അവിടെ ഉള്ളിൽ ഏതോ ഒരു ബെഞ്ചിൽ
ഇങ്ങനെ കിടപ്പുണ്ടാവും. ഓഹോ. അപ്പം നമ്മൾ അവരുടെ ആ ഒരു സിംപ്ലിസിറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരു പക്ഷേ ഞാൻ ആ പ്രായത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചില ബെനിഫിറ്റ്സ് ഇപ്പോഴത്തെ സൈഡിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനോടൊരു ഭയം ഇല്ല. അതുകൊണ്ട് എന്നെ അത് ബോദർ ചെയ്യുന്നു. അതിനെ കുറച്ചുകൂടി ചാലഞ്ച് ആയിട്ടും കൂടി എടുക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടല്ലോ, ഈ വേഴ്സറ്റാലിറ്റി ചെയ്യാൻ നമുക്ക്. അതെ അതെ. പൂക്കാലം ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും, സ്ത്രീകൾ പ്രത്യേകിച്ചും, അവരെല്ലാം എബവ് 55 അങ്ങനെയാണ്. അപ്പോൾ ഇമോഷണൽ സീൻസ് വരുമ്പോൾ ഞാൻ ആക്ച്വലി ഗണേഷിനോട് ചോദിച്ചിട്ടുണ്ട്, ഗണേശ എനിക്ക് കാര്യം ഇവരൊക്കെ പെട്ടെന്ന് അത് അങ്ങോട്ട് ഡെലിവർ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗണേശ ഇവരുടെ കൂടെ ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ പറയും, നിൻ്റെ പ്രായം നീ ആദ്യം ഒന്ന് ആലോചിക്കണം, അങ്ങനെ ഒരു റിയാലിറ്റി അവിടെ ഉണ്ട്. നിൻ്റെ ഒരു ജീവിതാനുഭവം അല്ല അവരുടേത്. അപ്പോൾ അവർക്കൊരു പക്ഷേ അവത്തിന്നും കൂടെ എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ നീ അവധിലേക്ക് എത്തുക എന്നുള്ളതാണ്, അല്ലാണ്ട് ഇപ്പോൾ വേറെ ചോയ്സ് ഒന്നും ഇല്ല. അല്ല, ഗംഗയൊന്നും വിഷമിക്കണ്ട. കാരണം കബീർ പൊന്നമ്മ ചേച്ചിയൊക്കെ ആദ്യ കാലത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ചേച്ചിയുടെ പ്രായത്തിന്റെ ഒരു 3 ഇരട്ടി പ്രായമുള്ള കഥാപാത്രങ്ങൾ വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യമാഷിന്റെ അമ്മയായിട്ട്. അതെ, സത്യമാഷിന്റെ സത്യമാഷൊക്കെ പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ വളരെ വളരെ യങ്ങാണ്, വളരെ യങ്ങാണ്. ശ്രുതി ഭാഗമായിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെ ഹ്യൂമർ രംഗങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പം ഇത്രയും അധികം ജഗദീഷേട്ടനൊക്കെ വെച്ച് അങ്ങനെ പറയല്ല, എന്നാൽ പോലും ഇത്രയധികം ചെയ്തിട്ടുള്ളത് ഹ്യൂമറാണല്ലോ. ശരിക്കും ഹ്യൂമർ ചെയ്യാൻ പ്രധാനമായിട്ട് എന്താ വേണ്ടത്? ആ റിയാക്ഷൻ കൊടുക്കുന്ന ഷോട്ടാണോ അതോ ടൈമിംഗ് ആണോ? അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. അത് ഇവരുടെയൊക്കെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് പൊതുവെ ഇങ്ങനെ കുറച്ച് ഹ്യൂമർ ടച്ചുള്ള പരിപാടി. പക്ഷെ ഇതിൽ അങ്ങനെ എന്താ പറയാ, ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മൊത്തത്തിൽ സീൻസ് ചില പടത്തിൽ നമുക്ക് കാണാം ഹ്യൂമറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യും, പല ക്യാരക്ടേഴ്സ് വെറുതെ വന്നിട്ട് പോകും അങ്ങനെ. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നിയിട്ടില്ല. ത്രൂ ഔട്ട് ഞാൻ അവസാനം വരെ ഉള്ള ഒരാളല്ല, എങ്കിലും സ്ക്രിപ്റ്റ് വായിക്കുന്ന അനുസരിച്ച് നമുക്ക് മനസ്സിലായത് വെറുതെ ഒരാൾ വന്നിട്ട് ഒരു കോമഡി പറയുന്നു പോകുന്നു, അതല്ല. ആ സിറ്റുവേഷനിൽ അനുസരിച്ചിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഇതിലുള്ളത്. അല്ലാണ്ട് നമുക്ക് അരോചകമായിട്ട് തോന്നുന്ന ഒരു ഹ്യൂമർ പരിപാടിയൊന്നും ഈ പടത്തിലില്ല. അതിൽ കൂടുതൽ ആ ഫാൻറ്റസി എലമെന്റ് ആണ് എന്നെയും ഇതിലോട്ട് കൂടുതൽ. ഞാനും ഈ സിനിമയായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു സംഭവം കാണാനാണ് കുറേ നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ജോണർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട്. ഈ ഇൻഗോസ്റ്റ് ഹൗസിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫൺ ജോണർ എന്നെ ഓർമ്മയിലില്ല മലയാളത്തിൽ. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, ജഗദീഷ് ചേട്ടൻ അടുത്തിരിക്കുന്നു. ഇപ്പം അഭിനയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടുന്ന് സംസാരിക്കുന്നത് പോലും ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത്. അയ്യോ ചേട്ടൻ സംസാരിക്കുന്ന കണ്ടോ, അല്ലെ ജോണി ചേട്ടൻ പറയുന്ന കണ്ടോ, നമ്മളൊരു കാര്യം ഇപ്പൊ പറയുന്നു പെട്ടെന്ന് തോട്ടിൽ പോയിട്ട് പറഞ്ഞ കണ്ടോ, ലൈക്ക് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റിസ് അങ്ങനെ, ലൈക്ക് ഞങ്ങൾ ഇതൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ സെറ്റിൽ വരുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ഹ്യൂമറിന്റെ കാര്യം പറയുമ്പോൾ ഹ്യൂമർ ക്യാരക്ടറായിട്ട് വരുന്നതല്ല. എൻ്റെ ഇതിൽ ഞാൻ കരിക്കിലാണ് കൂടുതൽ ആൾക്കാർ എന്നെ അറിഞ്ഞതും ഒക്കെ കരിക്കിലൂടെയാണ്. അപ്പം എനിക്ക് അത് കിട്ടിയത് ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ വിളിക്കുന്നതിന് അതിനുള്ളൊരു ടച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ലാണ്ട് ഇപ്പം ഭരതനാട്യം ചെയ്തു, അതിലൊരു ഹ്യൂമർ അങ്ങനത്തെ ക്യാരക്ടർ. പിന്നെ പാൽത്തു ജാൻവർ ചെയ്തു, അതില് ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു, അതിലും അങ്ങനെ ഹ്യൂമർ പരിപാടിയല്ല. പക്ഷെ എന്നെ ഓർത്തിരിക്കുന്നത് കരിക്കിലൂടെയാണ്. അപ്പൊ ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോഴേ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ചെറിയ ചിരി വരുന്നതായിരിക്കും. പിന്നെ കിട്ടുന്ന ക്യാരക്ടറല്ലേ നമ്മള് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ. ഹലോ മമ്മിയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഹലോ മമ്മീനെ പറ്റി ഞാൻ വെയിറ്റിംഗ് ആണ് മമ്മീനെ കാണാൻ. എനിക്ക് ഈ മമ്മിയോട്, എന്റെ മമ്മിയാണ്, ഈ മമ്മിയായിട്ട് മാത്രം കോമ്പിനേഷൻ സീൻസ് ഉള്ളായിരുന്നു. പിന്നെ ഇതെന്റെ പപ്പ, ഈ നമ്മുടെ ടൈറ്റിലിലെ മമ്മിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ് മമ്മീനെ കുറിച്ച് അറിയാൻ വേണ്ടി. ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനൊരു ഫാന്റസി സിനിമയുടെ ഒക്കെ ഭാഗമാകാൻ പറ്റുന്ന തന്നെ ഭയങ്കര, ഞാൻ അത് കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരുടെ കൂടെയൊക്കെയാണ് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ ഈ കൂട്ടത്തിൽ തന്നെയും ഏറ്റവും അധികം ഈ സൂപ്പർ നാച്ചുറൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത് ജഗദീഷാണ്. ജഗദീഷന്റെ ഫസ്റ്റ് പടം തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പടമാണ്, മഴയാക്കുട്ടി ജാതൻ. അതിനുശേഷം നമ്മുടെ വെള്ളി നക്ഷത്രം ഉണ്ട്, ആകാശം കണ്ട്, ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഹൊറർ എലമെന്റ് ഉള്ള പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പല സമയത്ത് അവിടെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല, പല കാര്യങ്ങളും എഡിറ്റിലായിരിക്കും കൂടുതൽ ചെയ്യുക. വെള്ളി നക്ഷത്രത്തൊക്കെ അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് വരെ ഉണ്ടല്ലോ, കുറെ നേരം ചിരിക്കുന്നു, കുറെ നേരം കരയുന്നു. ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം, അത് ക്രാക്ക് ആവലൊക്കെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ദുഷ്കരാണ്. അല്ല, അത് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹൊറർ ഫിലിംസിന്റെ ആ ഒരു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഭാർഗവി നിലയത്തിൽ അന്ന് സാങ്കേതികമായി ഇത്രയും വളർച്ചയില്ല. വിൻസെന്റ് മാഷ് നമ്മളെ പേടിപ്പെടുത്തുകയും ഈ ഭാർഗവി കുട്ടിയോടുള്ള ഒരു ഇഷ്ടം നമുക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. പരിമിതമായ സൗകര്യങ്ങളെ അന്നുള്ളൂ. അതിനുശേഷം കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ആദ്യ ചിത്രത്തിൽ ആ ഒരു സ്പിരിറ്റ് പോകുന്നത്, അവസാനത്തെ ക്ലൈമാക്സ് ഷോട്ട് എന്നൊക്കെ പറയുന്നത് പ്രേക്ഷകരിൽ ഒരു വേദനയാണ് ഉണ്ടാക്കുന്നത്. കുട്ടിച്ചാത്തൻ പോയി, അയ്യോ, കുട്ടികൾക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ പ്രേക്ഷകർക്ക് സങ്കടം ഉണ്ടാവുകയാണ്. അപ്പോൾ ഏത് മൂവിയും
ഹൊററിൽ സെന്റിമെന്റ്സ് ആണ് സക്സസിന്റെ ഫോർമുല. പേടിപ്പെടുത്തുന്നതൊക്കെ അല്ലെങ്കിൽ ആ പേടിയുടെ പേരിലുണ്ടാകുന്ന ഹ്യൂമറൊക്കെ അത് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ എവർലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതിന്റെ ഇമോഷൻസാണ്. ആ ഇമോഷൻസ് ഈ കഥയിലുണ്ട്. ചിരിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇപ്പം ജോണിയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും. കാരണം ജോണിക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുള്ളത്. സ്പിരിറ്റോ വാട്ട് എവർ ഇറ്റ് ഇസ്, മമ്മി ഉണ്ടെന്നുള്ള കാര്യം ജോണിക്ക് അറിയില്ല. അപ്പം ജോണി ആ വാശിയും കാര്യങ്ങളൊക്കെ വേറെ എന്തോ ഇവിടെ നടക്കുകയാണെന്നാണ് ജോണി വിചാരിക്കുന്നത്. ഞാൻ ഒപ്പിക്കുന്ന കുസൃതിയാണെന്നാണ് ജോണി വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം കൂടുകയാണ്. അത്തരത്തിലുള്ള അതല്ല ഷറഫിൻ്റെ ക്യാരക്ടർ ബോണി മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഒന്നും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ബോണിയുടെ ക്യാരക്ടർ, ഉണ്ടെന്നറിയാവുന്ന സാമുവൽ, ഉണ്ടെന്നറിയാവുന്ന എൻ്റെ മകൾ സ്റ്റെഫി. അപ്പം നമുക്ക് ഉണ്ടെന്നറിയാം. ഇതിൻ്റെ ഒരു ഹ്യൂമർ കുറേ ഏരിയയിൽ അങ്ങ് പോകും. അപ്പോൾ പ്രേക്ഷകർ താല്പര്യപൂർവ്വം ചിരിച്ച് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു സ്റ്റേജിലെത്തുമ്പം ബോണിയും ഈ സ്റ്റെഫിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ സ്പിരിറ്റ് കാരണം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഒരു സംഭവം. ആ സോൾവ് ചെയ്യുന്നതിൻ്റെ ഏരിയയിലും കുറേ ഏരിയയിൽ ഹ്യൂമർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസിലോട്ട് വരും. ആ ഇമോഷൻസിൻ്റെ കണ്ടന്റ് ഇതിനകത്ത് സ്ട്രോങ് ആണ്. അത് നമുക്ക് ഫീൽ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ ഈ കഥയിലോട്ട് ഹ്യൂമർ വെറുതെ ചിരിപ്പിച്ചിട്ട് വെറുതെ പേടിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞിരുന്നാൽ ലോകോത്തര ക്ലാസിക്കുകളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമോഷണൽ കോണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്പിരിറ്റിന് എന്താണ് പറയാനുള്ളത് നമുക്കറിയാൻ താല്പര്യമുണ്ട്. ഭാർഗവിക്കുട്ടിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഭാർഗവി നിലയത്തിൽ നമുക്ക് താല്പര്യമുണ്ട്. അതേപോലെ ഇതിനകത്ത് ഹലോ മമ്മി നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടറിന് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നു അല്ലേ, ഇതിനകത്ത് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ആ പറയാനുള്ള കാര്യങ്ങളെ വെച്ച് ഹ്യൂമർ, ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ്, സ്ലാപ്സ്റ്റിക്ക് എല്ലാം, സിറ്റുവേഷൻ കോമഡി എല്ലാം വർക്ക് ചെയ്ത് ഒരു പക്ക എൻ്റർടൈൻമെൻറ്റിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സംവിധായകൻ വൈശാഖും റൈറ്റർ സാൻജോയ്. ജോൺചേട്ടൻ്റെ ഈ റിയൽ ലൈഫിലുള്ള ഹ്യൂമറും ഞാൻ ഒരുപാട് വായിച്ച് ചിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പണ്ട് ജോൺചേട്ടൻ്റെ വീട്ടിൽ കള്ളൻ കയറിയ ഒരു സംഭവത്തെ പറ്റി ജോൺചേട്ടൻ പറഞ്ഞൊരു കാര്യം. അതുവരെയും കള്ളൻ കയറുന്നതിന് മുമ്പ് വരെയും അത് ജോണി ആൻ്റണിയുടെ വീടും കള്ളൻ കയറിയതിന് ശേഷം അത് കള്ളൻ കയറിയ വീടുമായി മാറിയായിരുന്നു. അപ്പോൾ ഈ റിയൽ ലൈഫിലുള്ള ഇങ്ങനത്തെ ഹ്യൂമർ ഉണ്ടല്ലോ, അതുപോലെ ഈ കള്ളൻ തന്നെയാണ് സ്വയം വാദിച്ചത്, അതൊക്കെ ഒരു വാരാന്ത്യ പതിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പൊ ചെയ്യുന്ന ഈ വേഷങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആയിട്ടുണ്ടോ അന്ന് കടന്നുപോയ സന്ദർഭങ്ങൾ? ചില സമയത്ത് വരും. ഇപ്പം എനിക്ക് ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ജതീഷയുടെ കണക്ക് പറയുന്നുണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റ് വെച്ച് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇത് വൈകുന്നേരം ഞാൻ അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി ഇറങ്ങുന്നത് നടക്കുകയായിരുന്നു. ഇത് വൈകുന്നേരം ഞാൻ വെള്ളം അടിക്കുന്ന സീനുണ്ട് മോനുമായിട്ടിരുന്നു. ഇയാളെ കുറ്റം ജതീഷൻ്റെ ക്യാരക്ടറിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങയുടെ അളവ് ഞാൻ നാളെ നിന്ന് നോക്കി ഒരു ടേപ്പ് എടുത്തോണ്ട് വന്ന് ഈ വീട് മൊത്തം അളക്കും, എന്നിട്ട് 2 ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് ഇയാളെ കൊണ്ട് സൂപ്പർ ടാക്സ് അടുപ്പിച്ചില്ലെങ്കിൽ അത് എന്താ വെച്ചാൽ നമ്മൾ ആ വീട് പണി നടക്കുകയും ടാക്സ് അത് പറഞ്ഞില്ലതൊക്കെ ഓർത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് അത് ഭയങ്കര സെറ്റിലുണ്ടായിരുന്നൊരു മുഴുവൻ ചിരിച്ചു. അത് കാരണം അപ്പം കിട്ടതാണ്. കാരണം അതുപോലെ ജതീഷയുടെ കണക്ക് പറയുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാം. നമുക്ക് ചില സിനിമയിൽ ഒത്തുവരും. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയൊരു കാര്യം, എന്തായാലും ഒരു സിനിമ നല്ല ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സിനിമയിലേക്ക് വന്ന് ചേരും, അമ്മയും. അത് കറക്റ്റായിട്ട് അതൊരു വലിയ സൈക്കോളജി. അത് എവിടുന്നാണെന്ന് അറിയില്ല. ഇപ്പം ഇതുപോലെ ഒരു സ്പിരിറ്റ് ആയിരിക്കും, അത് ദൈവാനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഓർത്തിരിക്കുന്ന ആ ഭാരതി പൈപ്പിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പറയണം. അതിൽ ചീട്ട് കളിച്ചിട്ട് ജോണി ആൻ്റണി ചേട്ടനെ പിടിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പം പോലീസാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസ് പിടിച്ചിട്ട് പേരെഴുതിക്കുമല്ലോ. അപ്പോൾ ജോണി അപ്പോൾ ആൻ്റണിക്ക് ടി മാറിയിട്ട് ഡി ആവുക ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്താണ് അപ്പം ഇയാള് TA അല്ല, ഞാൻ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കില്ല ഒരുപാട് അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം ഒരു പക്ഷെ അന്ന് നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ജോണി ആൻ്റണി ആയിരിക്കണം ഇപ്പോൾ ആളുകൾ ശരിക്കും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതെ. അല്ലല്ല, ഞാൻ പറഞ്ഞു ഞാനെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം ഇതിനകത്ത് ഹലോ മമ്മി എന്ന് പറഞ്ഞ കഥാപാത്രം ഇച്ചിരി കൂട്ടി ചെയ്യേണ്ട വേഷം അല്ല, ഒരു വളരെ പ്രകൃതിപ്പെടം പോലെ വളരെ സട്ടിലായാലും അത് ചിരി കിട്ടില്ല. കാരണം അതുപോലെ സിറ്റുവേഷൻ സാബുലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഞാനും ജതീഷേട്ടോട് കോർക്കലുണ്ട്. അത് എൻ്റെ കാര്യം ഇച്ചിരി കൂടി നിന്നാലേ ജതീഷേട്ടൻ്റെ പക്വത വർക്കാവുള്ളൂ. അതുകൊണ്ട് ജതീഷേട്ടൻ്റെ വീട്ടിൽ തന്നെ ഞാനും പക്വതമായിട്ട് നിന്നാൽ അതിനൊരു എനർജി ഉണ്ടാകും. അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങി നടന്നിട്ടുണ്ട്. അത് നല്ല കുറേ ഉണ്ടായി ഏരിയ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു വർക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജതീഷേട്ടന് കുറേ കാലമായിട്ട് ഇത്രയും എല്ലാ തരം പടങ്ങളും ചെയ്തിട്ടുള്ള എല്ലാത്തരം ഹ്യൂമറുകളും. ഇപ്പോൾ ആരോ പറഞ്ഞു ചിരിക്കുകയും കരയുകയും ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ജതീഷേട്ടൻ തന്നെ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു പേടിക്കുന്ന റിയാക്ഷൻ കൊടുക്കാൻ ഏറ്റവും പാടാണ്. എനിക്ക് തോന്നുന്നു അതൊരു പരിധി നന്നായിട്ട് കൊടുക്കുന്ന കുറേ ആളുകൾ വന്നാണ് ജതീഷേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, അതെ, ജഗതി ചേട്ടൻ. കാരണം ഇപ്പോൾ ഡബിൾ റിയാക്ഷൻ കൊടുക്കുമല്ലോ. കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞു അതൊരു പിന്നെ ഈ ഹൊറർ സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു സിനിമയാണ് ലിസ.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബേബി സാറിന് മഹാനായ സംവിധാനമായിരുന്നു. ഒരു അന്നത്തെ കാലത്ത് ഒരു CG ഇല്ലാത്തപ്പോൾ ഇന്ന് ഞാൻ തുറന്നു പറയാം, ലിസയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഗ്രാഫിക്സ് വന്നതിന് ശേഷവും ഇത്രയും അതിനൊരു നാച്ചുറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ വേറെ കാണുന്നുണ്ടാവട്ടെ. അതുപോലെ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ ആ പടം കാണുമ്പോൾ RR ഓരോ അന്നത്തെ മോണോമിക്സാ. ഈ പൂച്ച ഉണ്ടല്ലോ, ഒരു ചാട്ടമൊക്കെ ചാടുകൊണ്ടുണ്ടാകും ഇല്ലേ, ഒരു വേറെ ലെവലിലൊരു സിനിമയാണ്. എനിക്കൊന്ന് ഹൊറർ സിനിമ ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചിതനാക്കി കൊടുത്ത സംവിധായകൻ ബേബി സാറാണ്. അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കണം. One of your earlier interviews, I read that you are a fan of Akshay Kumar and you are an admirer of the body of work he has done. So he has done a similar kind of role in Bhool Bhulaiya. So did you drew any kind of inspiration or? Actually, I was a fan of Akshay Kumar in class 7th. Okay. ചൈൽഡ്ഹുഡ് ഡേയ്സ്. Now I'm fan of Irfan Khan sahab. Oh, nice. But nice. I like Akshay Kumar also. But nonetheless, I understand what you're saying. But that character is very, very different. And this is completely different. And I don't think there is any parallels between those two characters. My character, I think we would have seen or heard of it. So it was very difficult. So some imaginative character that you have to prepare and make it believable. You know, in itself it was a huge task, and at the same time it's a new industry. But thankfully, because of the support of all my co-actors, mostly director Vaishak and Sanjo, all these people, we collectively understood, and I just went along with their imagination. We added some stuff. We prepared for it. My character also has he has that power. Whenever he wants, he or she can use his or her power. He has masculine and feminine powers. Okay. So that way it is very, very interesting. But more, I think we should describe this once the film is released. But it has extraordinary powers. It's a mystical character, magical powers, can do so many things. So it was interesting to play, And as they said, fly and do stuff, whatever we want to do, Some action sequences are there. Oh, nice, nice. It's only in the imagination you think, like you want this, and that happens. So that kind of role and that power, I enjoyed doing this, and thankful to the support of everybody, I could pull it off. Is it true that still IAS and IFS aspirants call you for asking tips before writing exams since you are Sandeep Bhaiya? I'm glad you've done your research. Yes, they do, and most of the times, even now, they ask me, we have interview, please give us tips. I tell them, listen, I didn't clear, even my character didn't clear. What you take? No, still you tell us something. So that is a constant, but there is that love. The kind of love and adulation is just amazing, and people genuinely asking such things. They also know it does not mean anything, but it's the love that I. The make believe is too real. Yeah. But it's again the success of the makers. We are a very small part of it. It's a collaborative process. So I'm grateful to the makers. Without them, if we give a performance and editor does a different cut or different music or angle is out of focus, then we have nothing. Similarly, this is a collaborative process. So that's why when some product is a hit or it's great, so there is so many people behind it. So that way I'm grateful. That same kind of magic resonate with Hello Mummy as well. I hope so. Yeah, that's the feeling. I'm hoping that happens. ജയതിഷേട്ട അതൊരു ആവർത്തന വിരസതയാണെന്ന് എനിക്കറിയാം. ഓരോ ഇന്റർവ്യൂവിന് എനിക്ക് ജയതിഷേട്ടൻ്റെ ഏതെങ്കിലും മുമ്പത്തെ സിനിമയെ പറ്റി ചോദിക്കേണ്ടി വരും. കാരണം അത്രയും നല്ലതാണ് ജയതിഷേട്ടൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ആണ് കിഷ്കിന്ദാണ്ടം OTT റിലീസായത്. ഫേസ്ബുക്കുകളിൽ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും കുറിപ്പുകൾ വരാൻ തുടങ്ങി. ആ കിഷ്കിന്ദാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം എല്ലാം പറയുന്നത് ജഗദീഷേട്ടനാണ്, ആസിഫ് അലി പോലുമല്ല. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഒരേ സമയം സത്യവും ദുഃഖവും തിരിച്ചറിഞ്ഞ ഒരാളുടെ വാക്കുകൾ ജഗദീഷേട്ടൻ്റെ വോയിസ് ഓവറിലാണ് അത് ഫുള്ളായിട്ട് പ്രകടമായിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് അതിൽ ഓരോ തവണയും ജഗദീഷൻ ഈ കൈ ഉയർത്തുന്നതൊക്കെയും സിനിമയുടെ ഹൈ പോയിന്റ്സ് ആണ്. വെറുതെ ഒരു കൈ ഉയർത്തൽ മാത്രമല്ല, അത് പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടങ്ങളാണ്. ശബ്ദത്തിന് പോലും ഈ അമിതാഭ് ബച്ചൻ്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ശബ്ദത്തിനൊക്കെ കിട്ടിയ പോലത്തെ പ്രശംസകളാണ് ഇപ്പോൾ കിട്ടുന്നത്. വലിയ സന്തോഷത്തിലല്ലേ? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. അതിന് ഞാൻ അതിവിനയം കൊണ്ട് പറയല്ല, ഇതിനെല്ലാം തന്നെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഞാൻ ഡ്യൂ റെസ്പെക്റ്റും ഷെയറും കൊടുക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യം ഉണ്ടാവണം, ഒരു കഥാപാത്രം ഉണ്ടാവണം. അപ്പം ഞാനത് ഗംഭീരമായിട്ട് ചെയ്തു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല.
എനിക്ക് ഒരു അവസരം തരികയാണ് ഒരു സംവിധായകൻ. അതിന് ഇവരോടെല്ലാം എനിക്ക് കടപ്പാടുണ്ട്. കാരണം നമുക്കിപ്പോൾ അത് ആദ്യകാലങ്ങളിൽ തന്നിട്ടുള്ള സംവിധായകർ ഉൾപ്പെടെ ഇപ്പോൾ വിജയിക്കാത്ത ചിത്രങ്ങളിലെ ചില കഥാപാത്രങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് വരുമ്പം ആൾക്കാർ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സംവിധായകരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വിജയിച്ച ചിത്രങ്ങൾക്ക് മാത്രമല്ല എൻ്റെ കടപ്പാട്, വിജയിക്കാത്ത ചിത്രങ്ങളിലെ എൻ്റെ ഒരു ചെറിയ വേഷം അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചിരിക്ക് വേണ്ടി നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം ആ റോള് വളരെ ഒരു ചലഞ്ചിങ് റോളായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാവരും എടുത്ത് പറയുന്ന ഈ കൈ ഉയർത്തി കാണിക്കുന്നത് എനിക്കും അതിനകത്ത് കണ്ണ് നിറയേണ്ട കാര്യമില്ല, പക്ഷെ എനിക്കും വല്ലാത്തൊരു ഫീലിംഗ് അത് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ദൂരെ കാണുന്ന വിജയരാഘവൻ്റെ കുട്ടൻ്റെ ആ ഒരു അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന, എനിക്ക് കഥ കുറച്ച് അറിയാമല്ലോ എനിക്ക് കാര്യങ്ങൾ, അത് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഒരു ചിത്രം അവസാനിപ്പിക്കുന്നത്. നായകനും നായികയിലും അല്ല, അത് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ സംവിധായകന്റെ ഒരു കഴിവാണത്, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന്റെ കഴിവാണ്. യഥാർത്ഥത്തിൽ സാധാരണ യൂഷ്വൽ കോൺസെപ്റ്റ് ആണെങ്കിൽ നായകന്റെ നായികയുടെ ആ ട്രെയിൻ യാത്രയിലായിരിക്കും അവസാനിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് വേണമെങ്കിൽ ഈ ഷോട്ട് ഇടാം. പക്ഷെ ഇത് അവസാനം ഈ വിജയരാഘവന്റെയും എന്റെയും ഈ ബന്ധവും വിജയരാഘവന്റെ ഈ യാത്ര തുടരും എന്നുള്ള സൂചന നൽകിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിലാണെന്ന് പറയുമ്പം ഒന്നിനോട് സാമ്യമുള്ളതല്ലാത്ത വേഷങ്ങൾ കിട്ടുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതെ, കിഷ്കിന്ധാകാന്ഡവും AR തമ്മിൽ ഒരു സാമ്യമില്ല. പിന്നെ ഞാനും ജോണി ഇപ്പൊ ചെയ്യുന്നതെല്ലാം അച്ഛൻ കഥാപാത്രങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ, ഈ അച്ഛൻ വേറൊരു അച്ഛനുമായിട്ട് സാമ്യം വരാൻ പാടില്ല. ഫാലിമിയിലെ അച്ഛനല്ല ഹലോ മമ്മിയിലെ അച്ഛൻ, ഉറപ്പിച്ച് പറയാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ എഫേർട്സ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. റിസൾട്ട് നാളെ നിങ്ങളാണ് പറയേണ്ടത്. അത് ഗംഭീരമായിരിക്കുന്നല്ല ഞാൻ പറയുന്നത്, ഇതിനു വേണ്ടിയുള്ള എഫേർട്സ് മാക്സിമം ഇട്ടിട്ടുണ്ട്. ഹലോ മമ്മിയിൽ വേറെ അച്ഛനിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആകാൻ വേണ്ടിയുള്ള പരിശ്രമം, താങ്ക്സ് ടു ദ ഡയറക്ടർ ആൻഡ് താങ്ക്സ് ടു ദ റൈറ്റർ സാൻജോ ആൻഡ് വൈശാഖ്, ഞാൻ പരമാവധി എഫേർട്സ് ഇട്ടിട്ടുണ്ട്. അത് ഫ്രൂട്ട്ഫുൾ ആവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതിനി വരാനിരിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളിലെല്ലാം ഒന്നിനും പരസ്പരം സാമ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളാണ് എന്നെ തേടി വന്നിട്ടുള്ളത്, എനിക്ക് തന്നിട്ടുള്ളത്. അത് വ്യത്യസ്തമാക്കാൻ പരമാവധി ശ്രമങ്ങളും ഞാൻ നടത്തും. അത് ഇനിയും നടത്തിക്കൊണ്ടിരിക്കുക. അതെനിക്കും കൂടെ തൃപ്തി കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. കുട്ടികളാണ് ഇങ്ങനത്തെ സിനിമകളിലേക്ക് ഒരു ഓഡിയൻസ്, ഫസ്റ്റ് ഓഡിയൻസ്. അതിനുശേഷം അത് മുതിർന്നവരിലേക്കും യുവാക്കളിലേക്കും ഒക്കെ എത്തണം. ഈ നിങ്ങളുടെയൊക്കെ വാക്കുകളിൽ ആ ഒരു എനർജി ഉണ്ട്. നല്ലൊരു സിനിമ ഉണ്ടായതിൻ്റെ, അതിൻ്റെ ഭാഗമായതിൻ്റെ, അത് ആളുകളിലേക്കും കൂടി എത്തട്ടെ. സിനിമ വലിയ വിജയമാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഇനി അങ്ങോട്ടുള്ള സിനിമാ തെരഞ്ഞെടുപ്പുകൾ ഗംഭീരമാവട്ടെ. എല്ലാവർക്കും നേരത്തിൽ ഒരുപാട് നന്ദി. നന്ദി, സന്തോഷം. Thank you.